Good morning, all. Good morning, ma'am. Morning. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ ആയിരുന്നു. പ്രോബ്ലംസ് ഓറിയന്റേഷൻ ഇല്ലെങ്കിൽ ഓറിയന്റേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഡാറ്റ ഓവർലോഡിനെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് ഇൻഫർമേഷൻ അറ്റ് എ ടൈം എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യാണെങ്കിൽ അത് ഡാറ്റ ഓറിയന്റേഷൻ കാരണം ഓവർലോഡ് കാരണമാകുന്നു. കാരണം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ അറ്റ് എ ടൈം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൺഫ്യൂഷനും കാര്യങ്ങൾക്കും വഴി വരും. അപ്പോൾ കൺഫ്യൂഷൻ അപ്പോൾ ഒരുപാട് ഓവറായിട്ട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ്. Then problem of boredom and rigidity. നമ്മൾ ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ഫോർമൽ റുട്ടീനിലാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത് ബോർഡം ആവാം റിജിഡിറ്റി നമുക്ക് വരാനൊരു കാരണമാണ്. പിന്നെ അഡ്വക്കേറ്റ് ട്രെയിനിങ് ടൈം നമ്മൾ ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു ആഡ്വക്കേറ്റ് ട്രെയിനിങ് ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് മനസ്സിലാക്കാൻ അലൗ ചെയ്ത് കുറച്ച് ടൈം പീരീഡെങ്കിലും നമുക്ക് അലൗ ചെയ്യണം. നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. റിസ്ക് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട് നമ്മൾ മേ ബി റിസ്ക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ബാഡ്ലി എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം നമ്മൾ ഒഴിവാക്കണം. ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം ഓറിയന്റേഷൻ പ്രോഗ്രാംസിന് ഡൈവേഴ്സിറ്റീസ് കുറവാണെങ്കിൽ അത് കാരണമായി മാറും. ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് നമ്മളത് ഇവാലുവേറ്റ് ചെയ്തില്ല. എത്രയാണ് എംപ്ലോയീസിനെ എന്തോരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു ഇവാലുവേറ്റ് ചെയ്തെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. സോ നമ്മുടെ പ്രോബ്ലം കണക്റ്റഡ് വിത്ത് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഫസ്റ്റ് വൺ ഈസ് ഡാറ്റ ഓവർലോഡ്. Huge amount of information should not be given to new employee simultaneously as it may prove difficult for the employee to understand and retain it. നമ്മൾ നൂല് റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരുപാട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനും അത് അയാളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാനും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. Thus, it is essential to break the information in bits so that the employee have ample time to access the full information. ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ചായിട്ട് സ്മോൾ യൂണിറ്റ് ആയിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് passionate organization HR personnel place a large part of information on an employee's shoulder on very first day. നമ്മൾ കണ്ടുവരുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് എംപ്ലോയിക്ക് പാസ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ദിസ് മേ ഫർദർ തെറിഫൈ ദ നെർവസ്നെസ് എംപ്ലോയി. അത് കൂടുതലായിട്ട് അവരുടെ ടെൻഷനും നെർവസ്നെസ്സായിട്ട് കാരണമാകും. ഈ പ്രോബ്ലം ഓഫ് റിജിഡിറ്റി ആൻഡ് ബോർഡർ നമ്മുടെ വിരസത ഒരുപാട് ഫോർമൽ ആയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബോർഡർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. Employees do not feel comfortable when an injection program is organized in a formal and routine way. നമ്മൾ ഇൻജക്ഷൻ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ അതൊരു ഫോർമൽ ആൻഡ് റുട്ടീൻ വേയിലാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് കസ്റ്റംസ് പോലെയാണ്. പക്ഷെ അവരെ ഫോളോ ചെയ്തിട്ടുള്ള ഓറിയന്റേഷൻ കസ്റ്റംസിനെ ഫോളോ ചെയ്യണമെങ്കിൽ അത് പോലെ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് അതെന്താണ് ബോർ ആവാനുള്ള ചാൻസ് ഉണ്ട്. Hence, there is a need to conduct the program in a dynamic and interactive manner. So, നമ്മൾ എപ്പോഴും ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഡൈനാമിക് ആൻഡ് ഇന്ററാക്റ്റീവ് മാനറിൽ വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അത് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ. This can be done
if the employees are encouraged to voluntarily and actively participate. So അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയീസിന് ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ വളരെയധികം അതേപോലെ തന്നെ ആക്റ്റീവ്ലി നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. It can be done if an employee are encouraged to voluntarily and actively participate in the injection program to make it a pleasant activity and not a punishment for employees who have joined this engagement. അപ്പോൾ അവർ ആക്റ്റീവ്ലി ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കിയ ഒരു പ്രോഗ്രാമിൽ സന്തോഷത്തോടു കൂടി അവരുടെ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ പറ്റും. അല്ലാതെ ആ ഒരു എംപ്ലോയി പ്രാവശ്യം ഇൻഫർമേഷൻ സാധനങ്ങൾക്ക് അത് തെറ്റ് കഴിഞ്ഞാൽ അവിടെ പണിഷ്മെന്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കറിയില്ല, അവർ റീസെന്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. സോ അങ്ങനെ നമ്മൾ പണിഷ്മെന്റ് കാര്യങ്ങൾ കൊടുക്കില്ല. ഇനി ഇൻഫർമേഷൻസ് എല്ലാം ഗ്രാസ്പ് ചെയ്യാനും അതവരെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാനും കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. Lack of adequate time and training for facilitators. When the role of promoter of an injection program is handed over to the supervisor and the line manager of the organization, or an injection program റോൾ അല്ലെങ്കിൽ പ്രൊമോട്ടറിന്റെ റോൾ എന്ന് പറയുന്നത് സാധാരണ റോൾ ആർക്ക് ഹാൻഡിൽ ചെയ്യാം? സൂപ്പർവൈസറിന് അല്ലെങ്കിൽ ലൈൻ മാനേജർ ആയിരിക്കും ഈ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. They may not able to carry out this effectively due to lack of adequate experience and training. Suppose നമ്മുടെ സൂപ്പർവൈസർക്കോ ലൈൻ മാനേജർക്കോ ഈ ഇൻജക്ഷൻ പ്രോഗ്രാം കൊടുത്ത അതിലും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ബാഡ്ലി അഫക്ട് ചെയ്യാനായിട്ട് കാരണമാകും. Moreover, they may also be extremely busy in making arrangements for the program in advance, and as the result of which the efficiency may ultimately be affected. നമ്മളൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്യണം. പ്രോഗ്രാംസും കാര്യങ്ങൾ അഡ്വാൻസും നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് എംപ്ലോയീസിലേക്ക് എത്തുള്ളൂ. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റേറ്റേഴ്സിനെ കൊണ്ടായിരിക്കണം നമ്മൾ ഈ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നത്. That might also try to weaken the significance of position in an organization and overstate their own power on human resources. ഇപ്പൊ നമ്മള് ചില മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് ഇവരുടെ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാനും അവർ ചെയ്യുന്ന ജോബുകളൊക്കെ ഇതുപോലെ ചെയ്യുകയായിരിക്കും പറഞ്ഞ് അവർ തെറ്റായ രീതിയിൽ കേന്ദ്രീകരിക്കാനൊക്കെ കാരണമാകും. As a result, the attitude and conduct of existing employee seems to be threatening for the implement. അല്ലെങ്കിൽ ഞാൻ എംപ്ലോയറിനോട് പറഞ്ഞു കൊടുക്കും, existing employee എന്ത് ചെയ്യും, ഞാൻ ഇത് എംപ്ലോയറിനോട് പറഞ്ഞു കൊടുക്കും ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ രീതിയിൽ ഞാൻ പറയുന്ന വർക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ threaten ചെയ്യും. ട്രെയിനിങ് ഫെസിലിറ്റേറ്റേഴ്സ് അതുപോലെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ threaten ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് adequate time and training for the facilitator. സാധാരണയായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് സൂപ്പർവൈസറോ ലൈൻ മാനേജർ ആവാം. അപ്പോൾ അവർക്ക് ആഡ്വക്കേറ്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റില്ല. സോ നമ്മൾ ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ദെൻ ചില സിറ്റുവേഷൻസിൽ ഈ സൂപ്പർവൈസറോ ലൈൻ മാനേജറോ എന്താണ് ഇവരുടെ പൊസിഷൻ ജോലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിനെ കൊണ്ട് വർക്കുകളൊന്നും ചെയ്യിപ്പിക്കില്ല. അല്ലെങ്കിൽ ആ വർക്കുകളിലെല്ലാം ഈ ആരാണ് സൂപ്പർവൈസർ എപ്പോഴും ഇന്റർഫിയർ ചെയ്യും. സ്വയമേ ഒരു കാര്യം അതിനെ കുറിച്ച് ചെയ്യില്ല. എല്ലാ കാര്യത്തിലും എന്റെ പെർമിഷൻ വേണം എന്ന രീതിയിൽ നിയന്ത്രണം ഭയങ്കര കൂടുതലായിരിക്കും. അത് ആ ഒരു ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എംപ്ലോയറിനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞ് അവരെ ഇൻസ്ട്രക്ഷൻ ചെയ്യും, ഭീഷണിപ്പെടും. എന്നിട്ട് അവർക്ക് ചെയ്യുന്ന വർക്കുകൾ ഈ ഒരു എംപ്ലോയിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് ആരെടുക്കും? സൂപ്പർവൈസർ എടുക്കും. നമ്മുടെ ഫിലിംസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ പുതിയ എംപ്ലോയീസിനെ കൊണ്ട് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ ക്രെഡിറ്റ് ആരെടുക്കും? സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജർ ആ ക്രെഡിറ്റ് എടുക്കും. അതേപോലെ തന്നെ ആ ഒരു പൊസിഷൻ യൂസ് ചെയ്ത് നമ്മുടെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ threaten ചെയ്യും. ഓക്കെ, ഈ 3 പോയിന്റ് ഒന്ന് റീഡ് ചെയ്യോ? ഡാറ്റ ഓവർലോഡ്, പ്രോബ്ലം ഓഫ് ലോഡ്, rigidity, lack of adequate time and training for the facilitator.
കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്റ്റ് ആണ്. The retention level of an employee can be improved through an organized injection program. Retention level എന്താണ് മനസ്സിലാക്കുന്നത്? എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിൽ തന്നെ നിലനിർത്തുന്ന ആ ഒരു ലെവലിന് നമ്മൾ പറയുന്ന പേരാണ് റിറ്റൻഷൻ ലെവൽ. റിറ്റൻഷൻ ലെവൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ മാത്രമായിരിക്കും റിറ്റൻഷൻ ലെവൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് attrition can be reduced, particularly in early years. നമുക്കറിയാം ജോലി റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റിക്രൂട്ട്മെന്റിന്റെ ടൈമിൽ എംപ്ലോയീസിനെ കൊണ്ടുവരുന്നത് വളരെ കൂടുതലായിരിക്കും. സോ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എംപ്ലോയീസിനെ കമ്പനിയിൽ റിട്ടേൺ ചെയ്യാൻ പറ്റുക. അല്ലാത്ത പക്ഷം ഓറിയന്റേഷൻ പ്രോഗ്രാം ഇല്ലെങ്കിൽ മേ ബി റിട്ടൻഷൻ ലെവൽ കൂടുതലായിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ നോക്കുക, അതർ ഹാൻഡ് ഇപ്പം നമ്മള് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻഷൻ പ്രോഗ്രാം ആണെങ്കിൽ എംപ്ലോയീസിനെ നിലനിർത്താൻ പറ്റും. ഓൺ അതർ ഹാൻഡ് എ വീക്ക്ലി പ്രിപ്പയർഡ് ആൻഡ് implemented injection program could produce undeserved result. നമ്മൾ വീക്കിലി ആണ് നമ്മൾ ഈ ഒരു ഇൻജെക്ഷൻ പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല അതിന് വരുന്നത്, അതിന് കൗണ്ടർ എഫക്റ്റ് ആയിരിക്കും. അപ്പൊ അത് മേ ബി ഫെയിലിയർ ആയിരിക്കും. ആ ഒരു ഇൻജെക്ഷൻ പ്രോഗ്രാം മേ ബി ഫുൾ ഓഫ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണിയായിരിക്കും. ഇറ്റ് മേ ഫോഴ്സ് ദ എംപ്ലോയി ടു ബിൽഡ് നെഗറ്റീവ് ഫീലിംഗ് ടുവേഴ്സ് ദ ഓർഗനൈസേഷൻ. ഇത് എന്താണ്, നമ്മുടെ ജോലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് നമ്മുടെ നെഗറ്റീവ് ഫീലിംഗ്, ഓർഗനൈസേഷനോട് നെഗറ്റീവ് ഫീലിംഗ് ബിൽഡ് ചെയ്യാനായിട്ട് കാരണമാകും. And also about their attitude towards the injection program. അപ്പോ ഓറിയന്റേഷൻ പ്രോഗ്രാമിനോട് ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് വരും. Although this is not done deliberately. പക്ഷെ ശരിക്കും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്തതും ഇംപ്ലിമെന്റ് ചെയ്ത ഇൻജെക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള ഇൻജെക്ഷൻ പ്രോഗ്രാം ആയിരുന്നു. അത് കാരണം എംപ്ലോയീസിന് നമ്മുടെ ഓർഗനൈസേഷനോട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഇൻജെക്ഷൻ പ്രോഗ്രാമിനോടുള്ള എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് badly affected. This is due to cost also force the employee to leave the job suddenly as he is nervous, fearful and uncertain about his future. So നമ്മൾ വീക്കിലി ആണ് ഇൻജെക്ഷൻ പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇൻജെക്ഷൻ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആ ഒരു കമ്പനിയിൽ നിലനിർത്താൻ എന്ന താല്പര്യം കുറവായിരിക്കും, അല്ലെങ്കിൽ നെർവസ് ആയിരിക്കും, ഫിയർഫുൾ ആയിരിക്കും. നമ്മൾ ചെയ്തതിനെതിരെ മിസ്റ്റേക്ക് ആവോ എന്നുള്ള അഭിപ്രായം അവർക്കുള്ളായിരിക്കും. അവർക്ക് ഭാവിയെ കുറിച്ച് അൺസർട്ടൻ ആയിരിക്കും, എന്തായിരിക്കും ലൈഫിൽ വരാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്. ഓർഗനൈസ്ഡ് ഇൻജെക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഇൻജെക്ഷൻ ലെവൽ കൂട്ടുമെങ്കിൽ വീക്കിലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഇൻജെക്ഷൻ പ്രോഗ്രാം നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല, അത് കൗണ്ടർ എഫക്ട് ആയിരിക്കും വരുന്നത്. നമ്മൾ വിചാരിക്കും നമുക്ക് എംപ്ലോയീസിനെ നിലനിർത്താൻ പറ്റില്ല, പക്ഷെ അത് മേ ബി അതിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. കൂടുതൽ എംപ്ലോയീസ് ഒഴിഞ്ഞു പോകാൻ ചിലപ്പോൾ അത് കാരണമാകാം. ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. ഓറിയന്റേഷൻ പ്രോഗ്രാംസിന്റെ ഡൈവേഴ്സിറ്റീസിന്റെ കുറവ് ഓറിയന്റേഷന്റെ വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. ലെവൽ ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് പെർസെപ്ച്വൽ സ്കിൽ വേരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. നമുക്കറിയാം ഒരാൾക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുമ്പോഴേക്കും പോർഷൻ മനസ്സിലാവായിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് 2-3 പ്രാവശ്യം പറഞ്ഞാൽ വായിച്ചു നോക്കിയാലായിരിക്കും മനസ്സിലാവുന്നത്. ഒരാൾക്ക് ആരെങ്കിലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലായിരിക്കും മനസ്സിലാവുന്നത്. അപ്പൊ ഓരോ വ്യക്തിയുടെയും ക്വാളിറ്റീസ് അല്ലെങ്കിൽ ലേണിംഗ് എബിലിറ്റീസ് കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. എല്ലാ ഇൻഡിവിജ്വൽസും, നമ്മുടെ മുമ്പിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. Few people can grasp better than others. ചില വ്യക്തികൾക്ക് ഒരു വ്യക്തിയിൽ മറ്റൊരു വ്യക്തി കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. Likewise, only listening to a presenter may be enough for some people to understand the subject matter. ചിലപ്പോൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ ജസ്റ്റ് ലിസൺ ചെയ്യുമ്പോഴേക്കും അയാൾ മൈൻഡിലേക്ക് അത് കേൾക്കാം. While others may need video presentation, കാര്യം നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല,
അതൊരു വീഡിയോ രൂപത്തിൽ നമ്മൾ അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് ക്ലിയർലി മനസ്സിലാക്കും. ആൻഡ് ഡെമോസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫർമേഷൻ ക്ലിയർലി. അങ്ങനെ ഡെമോ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ഡെമോ ആയിട്ട് പറഞ്ഞിട്ട് ഡെമോ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഇൻഫർമേഷൻ കുറച്ചുകൂടി ക്ലിയർലി മനസ്സിലാക്കും. Making use of common method and the same delivery system by the organization in injection program for all new employees. സാധാരണയായിട്ട് ഓർഗനൈസേഷൻ ചെയ്യുന്നത് സെയിം രീതിയിലായിരിക്കും എല്ലാ എംപ്ലോയീസും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത് എല്ലാവർക്കും അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. റിഗാർഡ്ലെസ് ഓഫ് ദയർ സ്കിൽ ലെവൽ, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് may affect the effectiveness of the injection program. അങ്ങനെ നമ്മൾ ഓരോ വ്യക്തിയുടെ സ്കിൽ ലെവലും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ. പക്ഷെ അതൊന്നും നോക്കാതെ ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ എഫക്റ്റീവ്നെസ്സിനെ അഫക്ട് ചെയ്യാനായിട്ട് കാരണമാകും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഇൻജക്ഷൻ പ്രോഗ്രാം ഫുൾ ഇംഗ്ലീഷിലാണ് നമ്മൾ ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒത്തിരി ടൈം വേണ്ടവരുണ്ടാവും. ഇംഗ്ലീഷ് ഇപ്പോൾ സാധാരണ മലയാളം പഠിച്ച് നല്ല മാർക്കോട് പാസ്സാകുന്ന കുട്ടികൾക്ക് CBSE ആ ഒരു ലെവലിലുള്ള വ്യക്തികൾ തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് ഇംഗ്ലീഷ് ജസ്റ്റ് പറയുമ്പോഴേക്കും അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ചിലർക്ക് നമ്മള് സാധാരണ കുട്ടികൾക്ക് പറഞ്ഞാല് ചിലപ്പോൾ അത് പതുക്കെ ഗ്രാസ്പ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. സോ ഈ ട്രെയിനർ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ മാനേജർ ഫുൾ കാര്യങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഇപ്പൊ സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ ഓരോ എംപ്ലോയീസിന്റെയും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ് നോക്കാം. സാധാരണയായിട്ട് ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക ഇത് മാത്രമാണ്. ഒരു എംപ്ലോയി നമ്മൾ റിപ്പോർട്ട് ചെയ്തു, എംപ്ലോയീസിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഓർഗനൈസേഷന്റെ എയിം ഉള്ളൂ. അത്രയും ഉള്ളൂ അവരുടെ ഒരു എന്താ പറയുക പർപ്പസ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അതിനൊപ്പം നടക്കണം. ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു, ബാക്കി നമ്മുടെ ജോലിയിലേക്ക് കിടക്കുകയാണ്. പക്ഷെ അവിടെ ഇവാലുവേഷനോ ഫോളോ അപ്പോ ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവാലുവേഷൻ ഫോളോ അപ്പ് വേണം. എംപ്ലോയീസിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി നമ്മൾ ആ ഇൻജക്ഷൻ പ്രോഗ്രാമിലൂടെ എംപ്ലോയീസിന് എന്തൊക്കെ കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡ് ആയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവാലുവേഷൻ ഫോളോ അപ്പ് വേണം. നോക്കാം. Absence of evaluation and follow-up. It is important for the organization to assess the efficiency of injection program. നമ്മൾ കണ്ടക്ട് ചെയ്ത ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ എഫിഷ്യൻസി അസസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. By gathering feedback from new employees participating in it. നമ്മൾ ഈ ഒരു ഇൻജക്ഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂ എംപ്ലോയീസിന്റെ അടുത്ത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. They should regularly follow up the feedback process by making the required modification. നല്ല പൊട്ടിക്കറി കിട്ടും, കാലിന്റെ ഒക്കെ ഒന്ന് കിട്ടും, നല്ലോം കിട്ടും, നല്ലോം കിട്ടും, നല്ലോം കിട്ടും. മ്യൂട്ട് ഓൺ ആയിരുന്നല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? മാക്സിമം എല്ലാവരും മ്യൂട്ട് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ കേട്ടോ. ക്ലാസ് കാണുന്നവരോടും അത് പെട്ടെന്ന് മ്യൂട്ട് ഓൺ ആയതാണ് കേട്ടോ. ആ കുട്ടി അറിയാണ്ട് വന്നതാണ്. ഞാൻ എല്ലാവരെയും മൈക്രോഫോൺ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുട്ടികൾ അങ്ങനെ വഴക്ക് പറയാൻ പാടില്ല എന്നാ. ഓക്കെ, ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻജക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ ഫീഡ്ബാക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിൽ നിന്ന് ഇൻജക്ഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നത്. They should regularly follow up the feedback process by making good modification in program to upgrade it. So, എന്തെല്ലാം മോഡിഫിക്കേഷൻ ആണ് നിങ്ങൾ വേണമെന്ന് വിചാരിക്കുന്നത് ഈ നമ്മുടെ ഇൻജക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്
എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഇത് ചോദിച്ച് അതെല്ലാം അവർ കളക്ട് ചെയ്യണം. On the other hand, many organizations rarely carry out serious assessment and follow-up of the injection process. സാധാരണയായിട്ട് ഈ ഓർഗനൈസേഷനും എന്ത് ചെയ്യാറില്ല, ഈ ഫോളോ അപ്പും ഇവാലുവേഷനും കണ്ടക്ട് ചെയ്യാറില്ല. സോ അത് പ്രോബ്ലം ആയിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പോരായ്മകൾ മനസ്സിലാക്കാനായിട്ട് ഒരു പ്രശ്നമാണ്. പോരായ്മകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ് ആണ് പറഞ്ഞത്. ഫോർത്ത് പോയിന്റ് വരെ ലെവൽ റീഡിംഗിലേക്ക് ഫോർത്ത് സിക്സ്ത് വരെ പ്രോബ്ലംസ് ഉള്ള റീഡിംഗിലേക്ക്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ്. സോ നമ്മളിപ്പോ എന്താണ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു. എംപ്ലോയീസിന് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ എംപ്ലോയീസിന് നമ്മുടെ കമ്പനിയിലേക്ക്
ചെയ്യും. അപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാം കോഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പോയിന്റ്മെന്റിലേക്ക് വരുന്നത്. അപ്പോയിന്റ്മെന്റ് പ്ലേസ്മെന്റ് സമയത്താണ് നമ്മൾ ഏതൊരു പോസ്റ്റിലേക്കാണ് ഏതൊരു ജോബിന് വേണ്ടിയിട്ടാണ് ന്യൂലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിനെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നത് എപ്പോഴാണ് പ്ലേസ്മെന്റിന്റെ ടൈമാണ്. എംപ്ലോയി ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ he or she has been hired. ഓറിയന്റേഷൻ പ്രോഗ്രാം കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ഹയർ ചെയ്തിരിക്കുന്ന ആ ഒരു ജോബിലേക്ക് പ്ലേസ്ഡ് ആക്കുന്നത്. അലോക്കേഷൻ ഓഫ് ദ പീപ്പിൾ ടു ദ ജോബ് ഈസ് നോൺ ആസ് പ്ലേസ്മെന്റ്. നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ജോബിലേക്ക് ആ ഒരു വ്യക്തിനെ എന്ത് ചെയ്യുമ്പോൾ പ്ലേസ്ഡ് ആക്കുമ്പോൾ ആ പറയുന്ന ഒരു പേരാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് assigning or reassigning the employees to a new or different job. നമ്മൾ ഒരു എംപ്ലോയിനെ അസസ് ചെയ്യാണ്, അസൈൻ ചെയ്യാണ്, ഇന്ന ജോബാണ് ചെയ്യേണ്ടത്. റീഅസസ് എന്ന് വെച്ചാൽ വേറൊരു ജോബും കൂടി ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ജോബാണ് ജോലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിക്ക് ന്യൂ ജോബോ അല്ലെങ്കിൽ ഡിഫറെന്റ് ജോബ്സോ ഒന്നിൽ കൂടുതൽ ജോബ്സോ അസൈൻ ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയും. പ്ലേസ്മെന്റ് ഈസ് എ പ്രൊസീജിയർ ഓഫ് പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. എപ്പോഴും പ്ലേസ്മെന്റിനെ നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വേർഡ് നോക്കണം. എന്താണ്? പ്ലേസ്മെന്റ് ഈസ് എ പ്രൊസീജിയർ ഓഫ് പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ റൈറ്റ് ജോബ്. റൈറ്റ് പേഴ്സണെ ആയിരിക്കണം റൈറ്റ് ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. റൈറ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ റൈറ്റ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള വ്യക്തിനെ ആയിരിക്കണം റൈറ്റ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നമ്മൾ പ്ലേസ് ആക്കേണ്ടത്. And the aim of placement is to place the hired candidates in the job for which they have been given skill. അപ്പോൾ നമ്മൾ ഹയർ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് ആ ജോബ് ചെയ്യാനുള്ള സ്കിൽസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ നോക്കിയിട്ട് വേണം അതാത് ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. റിജക്ഷൻ പ്രോഗ്രാമിങ്ങിനെ നമുക്ക് അവർ കൂടുതൽ അസസ് ചെയ്യാനായിട്ട് പറ്റും. അവർ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ജോബ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾ നല്ല രീതിയിൽ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യും എന്ന് മനസ്സിലാക്കാനും കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ചെയ്യാനും നമുക്ക് പറ്റും. അക്കോർഡിംഗ് ടു ഫിഗർ Denmark, placement is determination of the job to which an accepted candidate is to be assigned. നമ്മൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ ആ ഒരു ജോബിലേക്ക് അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. And his assignment to that job, our job like assigned. It is a matching of what the supervisor has recently been he can do with the job demands. നമ്മൾ നോക്കും ഈ ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കന്റ് കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഈ ഒരു ജോബ് ചെയ്യാനുള്ള ജോബ് ഡിമാൻഡ്സ്, ജോബ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടോ, ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മാച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു എംപ്ലോയിക്ക് ആ ഒരു പൊസിഷൻ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ മാച്ചിങ് ഓഫ് വാട്ട് ഹി ഇമ്പോസ്ഡ് ഓൺ സ്ട്രെയിറ്റ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് വാട്ട് ഹി ഓഫർ ഇൻ ഫോർമൽ ഓഫ് പേറോൾ കമ്പാൻഷൻ വിത്ത് അതർ ആൻഡ് പ്രൊമോഷണൽ പോസിബിലിറ്റീസ്. നമ്മൾ അവർക്ക് ആ ഒരു ജോബ് ഓഫർ ചെയ്യുമ്പോൾ വർക്കിംഗ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പറയും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേറോൾ എന്ന് പറയുമ്പോൾ സാലറി സ്കെയിലാണ്, വേജസ് ആൻഡ് സാലറി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ പ്രൊമോഷണൽ പോസിബിലിറ്റി, ഈ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പ്രൊമോഷൻസ് കിട്ടും എന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഈ ഒരു എന്നിട്ടായിരിക്കും പ്ലേസ്മെന്റ് കൺഫേം ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു Delioder, assessment of a particular job to a newly appointed employee is the placement. നമ്മൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ജോബിൽ അസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്നു. റൈറ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ റൈറ്റ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ഒരു പേഴ്സണെ ആ ഒരു ജോബിലേക്ക് അവരുടെ ജോബ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. അസസ്മെന്റ് ഓഫ് എ പർട്ടിക്കുലർ ജോബ് ടു ന്യൂലി appointed employee is called placement. Newly appointed employee നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, read the meaning and definition.
എല്ലാവരും ചെയ്തോളൂ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് പ്ലേസ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. പ്ലേസ്മെന്റ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്. പ്ലേസ്മെന്റ് ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. In the placement of an employee, following principles are followed. നമ്മുടെ പ്ലേസ്മെന്റിന്റെ സമയത്ത് താഴെ പറയുന്ന പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ് വൺ the principle of job is first and managed. ആദ്യം തന്നെ വരുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആ ജോബ് ആണ് ആദ്യം ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. അതിനുശേഷമായിരിക്കണം ആ ജോബ് ചെയ്യുന്ന വ്യക്തിനെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കൺസിഡർ ചെയ്യുന്നത്. ആ ജോബിന് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് വേണം, എന്തെല്ലാം ജോബ് റിക്വയർമെന്റ്സ് വേണം, എന്തൊക്കെയാണെന്ന് നോക്കിയതിനു ശേഷം മാത്രം ഈ ഒരു ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ജോബ് ഫസ്റ്റ് ദെൻ മാൻ നെക്സ്റ്റ്. ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ജോബിനെയാണ്. ജോബിനെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു വ്യക്തിയിലേക്ക് അങ്ങനെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള സെലക്ട് ചെയ്യാൻ. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ജോബ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ജോബ് ഫസ്റ്റ് ദെൻ മാൻ നെക്സ്റ്റ്. ജോബ് അവിടെ വേക്കന്റ് ആണെങ്കിൽ ആ ജോബിന് വേണ്ട ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് വേണം ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യാൻ. The principle of job first, man next means a person should be placed in accordance with the job requirements. ഒരു വ്യക്തി ഒരു പേഴ്സണെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നമ്മൾ പറയുന്ന ജോബ് റിക്വയർമെന്റ്സ് വേണം. ഇൻസ്റ്റെഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദ ജോബ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ദ പേഴ്സൺ. ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ജോബ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ജോബ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ വേണം ആ ഒരു ജോബിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. അല്ലാതെ ഇപ്പോ ക്വാളിഫിക്കേഷനും നീഡ്സും അങ്ങനെ ഇല്ലാത്തൊരു വ്യക്തി ഒരിക്കലും അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. എന്താണ് കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിനെ ആയിരിക്കണം നമ്മൾ കറക്റ്റ് ക്വാളിഫിക്കേഷൻ ജോബ് റിക്വയർമെന്റ് ഉള്ള വ്യക്തിനെ വേണം നമ്മൾ ആ ജോബിന് വേണ്ടിയിട്ട് റിക്വയർ ചെയ്യാൻ. ഈ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുന്ന ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് ആണ്. ആദ്യം ജോലി പിന്നെയാണ് ഇത് വ്യക്തി അല്ലെങ്കിൽ ആ ജോബ് ചെയ്യാനുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. ആ ജോബിന്റെ വേണ്ട ജോബ് റിക്വയർമെന്റ്സ് ക്വാളിഫിക്കേഷൻ മാച്ച് ആവുന്ന വ്യക്തിയെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട്. The principle of qualification. Next വരുന്നതാണ് qualification. Employees should be placed on such job for which they are qualified. ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിനെ വേണം നമ്മൾ ആ ജോബിലേക്ക് പ്ലേസ്ഡ് ആക്കാനായിട്ട്. ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിനെ ഒരിക്കലും നമ്മൾ ആ ജോബിലേക്ക് പ്ലേസ്ഡ് ആക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ആ ഒരു ജോബ് പൊസിഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. എംപ്ലോയീസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ സച്ച് എ ജോബ് for which they are qualified. Qualified ആയിട്ടുള്ള ജോബിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആയിരിക്കണം ജോബിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. They should not be placed in very high or very low job position. So ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ PG ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. PG ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തിനെ ഒരിക്കലും ഒരു സെയിൽസ് പേഴ്സൺ ആയിട്ടൊന്നും അപ്പോയിന്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം വെരി ലോ ജോബ് പൊസിഷൻ ആണ്. സോ ആ ഒരു ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ചെയ്യുന്ന അതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ജോബിലേക്കായിരിക്കണം നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യേണ്ടത്. ചില ഒത്തിരി ഹൈ ആ ഒരു ക്വാളിഫിക്കേഷന് ആപ്റ്റ് ആയിട്ടുള്ള ജോബ് ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഒരുപാട് ഉയർന്ന ലെവലിലേക്കും അല്ല എന്നാൽ ഒരുപാട് ലോ പൊസിഷനിലേക്കും ആവരുത് നമ്മൾ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. The principles of timely preparation. ടൈംലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓൾ അറേഞ്ച്മെന്റ് നമ്മൾ ഒരു ജോലി റിക്രൂട്ട് ചെയ്യും, ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്തു. സോ നമുക്കറിയാം ഒരു എംപ്ലോയി ഇന്ന ദിവസം മുതൽ ജോയിൻ ചെയ്യും. സോ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ആ ഒരു വ്യക്തിയുടെ പ്ലേസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. ക്യാബിൻ ആണെങ്കിൽ ക്യാബിൻ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഇപ്പൊ നെയിം പ്ലേറ്റ് ഒക്കെ ഉണ്ടാവും അതെല്ലാം മാറ്റി ഇന്നാളുടെ നെയിം പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പൊസിഷനാണെന്നുണ്ടെങ്കിൽ സോ അത് ടൈംലി പ്രിപ്പയർ ചെയ്യണം. പിന്നെ ആൾ ഇന്ന ദിവസം മുതൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ കൂട്ടി ചെയ്യണം. All the arrangements which are needed for the placement should be done before the joining date of newly hired employee. Newly hired employee നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ എന്താ പറയാ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ മാത്രമാണ് അവർക്ക് വേഗം നമുക്ക് ജോബും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്.
നമുക്കറിയാം ഇന്നൊരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹയർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇന്നൊരു ദിവസം മുതൽ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യും. സോ ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് തന്നെ അദ്ദേഹത്തിന് പ്ലേസ് ഇല്ല, അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഒരു പ്ലേസ് പോലും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ബാഡ് ഇംപ്രഷൻ ആയിരിക്കും ആ ഒരു എംപ്ലോയിയുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ അങ്ങനെ ഒരാളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് മുമ്പായിട്ട് എല്ലാ അറേഞ്ച്മെന്റ്സും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ. The employee should be made aware of all information regarding the working condition exists in the company. നമ്മൾ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കമ്പനിയുടെ അകത്ത് ഉള്ള എല്ലാ ഇൻഫർമേഷനും അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അവരോട് പാസ് ചെയ്തിട്ടുണ്ടാവണം, എംപ്ലോയീസിനോട് പാസ് ചെയ്തിട്ടുണ്ടാവണം. He should also be provide information about punishment if he commits any mistake. നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഫ്രോഡോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന പണിഷ്മെന്റ് എന്നും കൂടി ആ എംപ്ലോയിക്ക് ഒരു ധാരണ വേണം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ ആണ് ആ ഒരു സ്ഥാപനത്തിലെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ട് ആർക്ക് ഒരു ധാരണ വേണം, ജോലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് നമ്മൾ ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കണം. ഇന്ന രീതിയിലാണ് വർക്കിംഗ് കണ്ടീഷൻ, ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ ടൈം ഓഫ് അറൈവൽ ആൻഡ് ടൈം ഓഫ് ഡിപ്പാച്ചർ കാര്യങ്ങളൊക്കെ അവരോട് ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്കോ ഫ്രോഡോ മിസ്റ്റേക്കോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതായിരിക്കും പണിഷ്മെന്റ്, നമുക്ക് ഫേസ് ചെയ്യേണ്ട വരുന്ന പണിഷ്മെന്റ് ഇന്നതാണ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ആരോട് ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം, ജോലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനോട് ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം. കാരണം എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് അതിനെ കുറിച്ച് ധാരണയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തത് എന്ന് പറയാനായിട്ട് ഒരു അവസരം ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഓൾറെഡി നമ്മുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എംപ്ലോയീസിന് പാസ് ചെയ്യേണ്ടതാണ്. പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ. ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ സത്യസന്ധതയും ഐക്യവും പറയുന്നത് an employee should be made a feel a sense of commitment and cooperation in his job so that he can understand his responsibility better towards the job and the organization. നമ്മൾ ഒരു സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ്, നമ്മളൊരു ജോബ് നമ്മൾ വ്യക്തി ഏൽപ്പിച്ചു, സോ ആ ഒരു ജോബിനോട് നമ്മൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് എത്ര മനോഹരമായിട്ട് അല്ലെങ്കിൽ എത്ര എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അത്ര എഫക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ ആ ഒരു ജോബ് ചെയ്യാനായിട്ട്. സോ ആ ഒരു ഫീൽ ഓഫ് സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ് നമുക്ക് ആ ഒരു സ്ഥാപനത്തിനോട് വേണം. അതേപോലെ കോപ്പറേഷൻ വേണം. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റ് എംപ്ലോയീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല കോപ്പറേറ്റീവ് ആയിട്ട് വേണം വർക്ക് ചെയ്യാൻ. മേ ബി എല്ലാ എംപ്ലോയീസ് ആയിട്ടും നല്ല കോപ്പറേഷനോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്നാൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും ആ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ. അറ്റ് ഫസ്റ്റ് പ്ലേസ്മെന്റ് ക്യാൻ ബി ടെമ്പററി. സാധാരണയായിട്ട് നമ്മൾ പ്ലേസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ടെമ്പററി ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ജോബിലേക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. ആസ് വേരിയേഷൻ മേ ഒക്കർ ആഫ്റ്റർ ട്രെയിനിങ് ഇസ് കംപ്ലീറ്റഡ്. നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോഴായിരിക്കും, കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റിലേക്ക് വരുന്നത്. ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി to another job may occur where he can perform as expected. നമുക്ക് ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിന് ഈ ഒരു ലെവലിൽ ജോബുകൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ജോബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ് ആണ് നമ്മൾ നോക്കിയത്. ഇതിൽ ആദ്യം പറയുന്നത് ജോബ് ഫസ്റ്റ് ലെഫ്റ്റ് ആണ്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ജോബിനെയാണ്. ഏതൊരു സ്ഥാപനമായാലും ഏതൊരു എംപ്ലോയർ ആയാലും ഓണർ ആയാലും ഓർഗനൈസേഷൻ ആയാലും നമ്മൾ ആ ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്
അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു വ്യക്തിയെ നമുക്ക് ഫേവറബിൾ ആണ് അല്ലെങ്കിൽ നമ്മൾ റിലേറ്റീവ് ആണെന്ന് വിചാരിച്ച് ആ ഒരു വ്യക്തിക്ക് ഇന്ന ജോബ് കൊടുക്കുകയല്ല വേണ്ടത്. ആ വ്യക്തിക്ക് ഇന്ന ജോബ് ചെയ്യാൻ, ഏത് ജോബ് ചെയ്യാനാണോ ക്വാളിഫിക്കേഷൻ ഉള്ളത് ആ ഒരു ജോബാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ജോബിനനുസരിച്ച് ലാൻഡനുസരിച്ച് ജോബിന് കൺവേർട്ട് ചെയ്യല്ല വേണ്ടത്. ആദ്യം ജോബിന് വേണ്ട ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് വേണം ഓരോ വ്യക്തിനെയും അപ്പോയിന്റ് ചെയ്യാൻ. ടെസ്റ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻ, നമ്മൾ ക്വാളിഫിക്കേഷൻ കൺസിഡർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ കൺസിഡർ ചെയ്തിട്ട് വേണം ആ ഒരു വ്യക്തിയെ പ്ലേസ് ചെയ്യാനായിട്ട്. സോ ഒരുപാട് സാധാരണ ഒരു ഹൈ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ ലോ പൊസിഷനിലേക്കോ ഉള്ള ജോബ് ആവാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോബ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷന് എത്തിച്ചെല്ലാൻ പറ്റാത്ത ഒരു ജോബ് ആവാനും പാടില്ല. ഒത്തിരി ലോ ആയിട്ടുള്ള ജോബ് നമ്മൾ അസൈൻ ചെയ്യാൻ പാടില്ല. പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ പറഞ്ഞത്. സോ നമ്മളൊരു പ്ലേസ്മെന്റ് ഒക്കെയാണ്, പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ ജോയിനിങ് ഡേറ്റ് മുമ്പായിട്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ റിക്വയർമെന്റ്സും നമ്മുടെ ഒരു കമ്പനിയിൽ കൊണ്ടുവരണം. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുടെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ട് അവര് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ സ്ഥാപനത്തിൽ ഇതിന്റെ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാമായിരിക്കും അവരുടെ പണിഷ്മെന്റ്സ് എന്നതിനെ കുറിച്ച് നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് അവർ പിന്നീട് പിന്നീട് മിസ്റ്റേക്ക് ചെയ്യുന്നത് അവർ പണിഷ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ, നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥാപനത്തിനോട് വളരെ കമ്മിറ്റഡ് ആയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അവിടെയുള്ള മറ്റ് എംപ്ലോയീസിനോട് നല്ല കോപ്പറേഷനോട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കി ആ ജോബിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ടെമ്പററി പൊസിഷൻ ആയിരിക്കും. നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റൊരു പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ. നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യോ പ്രിൻസിപ്പിൾ, ഈ 6 പ്രിൻസിപ്പിൾസ് ഒന്ന് റീഡ് ചെയ്തേ. നമ്മളിനി നോക്കുന്നത് പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റിന് മെയിൻ ആയിട്ട് 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. And there are 4 steps in procedure of employee placement which are as follows. So എല്ലാവരും റീഡ് ചെയ്ത് വിചാരിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ പ്ലേസ്മെന്റിന് മെയിൻ ആയിട്ട് 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. First one is data collection. Sorry. First one is data collection. നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. ഐഡന്റിഫൈ ദി ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, എബിലിറ്റീസ്, ആ ഒരു വ്യക്തിയുടെ എബിലിറ്റീസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് ഡാറ്റ കളക്ഷൻ വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഇവാലുവേഷൻ. ഐഡന്റിഫിക്കേഷൻ, ഡാറ്റ കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്യണം.
ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ഒരു വ്യക്തിയുടെ കേപ്പബിലിറ്റീസിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യണം. അദ്ദേഹത്തിന് ഏത് ജോബ് ആയിരിക്കും ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ് ഇവാലുവേഷൻ സ്റ്റേജ്. ദെൻ തേർഡ് സ്റ്റേജ് ആണ് അലോക്കേഷൻ ആൻഡ് പ്ലേസിംഗ്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ജോബാണ് അദ്ദേഹത്തിന് ആപ്റ്റ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ പ്ലേസ് ചെയ്യും. ഈ ജോബിന് ഈ ഒരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ലാസ്റ്റ് ആണ് കൺട്രോളിംഗ് സ്റ്റേജ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യും. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന രീതിയിൽ അദ്ദേഹം അറ്റൈൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ടാവും. അത് അധികം പെർഫോം ചെയ്തപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ട രീതിയിൽ കൺട്രോളും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. സ്റ്റെപ്പ് 1 ഡാറ്റ കളക്ഷൻ ആണ്. In the employee placement procedure, the first step is to collect data about the employee for the purpose of identifying the qualification, skills and abilities of the present employees. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻസും സ്കിൽസും എബിലിറ്റീസും ഇവാലുവേറ്റ് ചെയ്യുക, കളക്ട് ചെയ്യുക എന്നതാണ്. Then second step evaluation. After completing the first step of collecting employees data collect ചെയ്തതിനു ശേഷം the next step is to evaluate capabilities of an employee. ഒരു എംപ്ലോയിയുടെ capabilities evaluate ചെയ്യുക. അവരെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഏത് ജോബ് ആയിരിക്കും ബെസ്റ്റ് സ്യൂട്ടഡ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. capability of an employee in order to analyze the type of job that best suit the employee. ആ ഒരു എംപ്ലോയിക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ജോബ് ടൈപ്പ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഇവാലുവേഷൻ സ്റ്റേജ്. തേർഡ് സ്റ്റെപ്പ് ആണ് അലോക്കേഷൻ ആൻഡ് പ്ലേസിംഗ്. ഇൻ ദിസ് സ്റ്റെപ്പ് ദ കമ്പനി പ്ലേസ് ദ എംപ്ലോയി ഓൺ ദ ജോബ് വിച്ച് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഹിം. അപ്പോ ഈ ഒരു സ്റ്റേജിലാണ് പ്ലേസ്മെന്റ് പ്ലേസ് ചെയ്യുന്നത്. ആ എംപ്ലോയിക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ജോബിലേക്ക് നമ്മൾ അദ്ദേഹത്തെ പ്ലേസ്മെന്റ് ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പ് ആണ് ഞാൻ പറഞ്ഞ കൺട്രോളിംഗ് സ്റ്റെപ്പ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ അറ്റൈൻ ചെയ്യേണ്ട ഒരു ഔട്ട്പുട്ട് 1000 യൂണിറ്റ് ആണ് അവർ അറ്റൈൻ ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ട യൂണിറ്റ്സ് എന്ന് വിചാരിക്കും. സോ നമ്മുടെ എംപ്ലോയി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 900 യൂണിറ്റ്സ് ആണ്. സോ കമ്പയർ ചെയ്യും നമ്മൾ. ഓക്കെ, 100 യൂണിറ്റ്സിന്റെ കുറവുണ്ട്, നമ്മൾ അതിനോട് കണ്ടുപിടിക്കുകയും ചെയ്യും 100 യൂണിറ്റ്സ് കുറവാണ്. നെക്സ്റ്റ് ടൈം നല്ല രീതിയിൽ 100 യൂണിറ്റ്സ് കൂടി കംപ്ലീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്യും. This final step in this process is control. This step involves measuring and observing the employee performance in that particular job. ആ ഒരു particular ജോബ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവര് മെഷർ ഒബ്സർവ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ എംപ്ലോയി വർക്ക്സും കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആണ് കൺട്രോളിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് രണ്ട് ടോപ്പിക് ബെനഫിറ്റ്സും അതേപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് പ്ലേസ്മെന്റ് കൂടിയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന പോർഷൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വരണം കേട്ടോ. വരൂ, എല്ലാവരും ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. പിന്നെ ഒരു ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് പോർഷനിലെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്റർ ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്തിട്ട് വരാം കേട്ടോ.